ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് അതിരമ്പള്ളി സിൽവർ സ്റ്റോം അല്ല സ്നോ സ്റ്റോം വരെ പോവുകയാണ്. കുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഈ വീഡിയോ എടുക്കുന്നത് മെയ് മാസം ലാസ്റ്റ് വീക്കാണ്. ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ സ്നോ സ്റ്റോമിൻ്റെയൊക്കെ വീഡിയോ എന്ന് പറയുന്നത് 1 വർഷം 2 വർഷം പഴയ വീഡിയോ ആണ്. ലേറ്റസ്റ്റ് 2024 ഒരു വീഡിയോയും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പോകുന്ന ഫാമിലി ആയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു എൻജോയ്മെൻ്റ് ആണ്. ശരിക്കും ഇപ്രാവശ്യം അധികമൊന്നും പോകാൻ പറ്റില്ല ഈ വെക്കേഷൻ. അപ്പോൾ കുട്ടികളെ കൊണ്ട് ഇപ്പോൾ മെയ് ലാസ്റ്റായി, ജൂൺ ആവുന്നു. നല്ല മഴയുണ്ട് പുറത്ത്. അപ്പോൾ ഇനിയും ലേറ്റായി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും, കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മഴയുണ്ടെങ്കിലും പ്രശ്നമില്ല, നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ ഇപ്രാവശ്യം പോകുന്നത് നമ്മൾ ഏഴാറ്റുമുഖം വഴിയാണ്. ഞാനിപ്പോൾ പോകുന്ന പറവൂരിൽ നിന്ന് അത്താണി നെടുമ്പാശ്ശേരി റൂട്ടിൽ കയറിയിട്ട് അവിടെ നിന്ന് നേരെ ഏഴാറ്റുമുഖം, അങ്കമാലിയിൽ നിന്ന് ഏഴാറ്റുമുഖം റൂട്ടാണ് നമ്മൾ പോകുന്നത്. രണ്ട് തരത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാം. ഒന്ന് ചാലക്കുടി വഴി പോകാം. അപ്പോൾ ഏഴാറ്റുമുഖം റൂട്ടാകുമ്പോൾ കുറച്ചുകൂടി കാണാനൊക്കെ ഒരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ആ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ അവിടുത്തെ റേറ്റും കാര്യങ്ങളും 2024 മെയ് ലാസ്റ്റ്. അപ്പോൾ ഈ റീസെൻ്റായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ. എറണാകുളം, ആലുവ, അങ്കമാലി ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ ചാലക്കുടി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഏഴാറ്റുമുഖം വഴി അതിരമ്പള്ളിയിലേക്കും അതുപോലെ തന്നെ സ്നോ സ്റ്റോമിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം 20 കിലോമീറ്ററോളം നമുക്ക് ലാഭമുണ്ട് ഈ വഴി വരുമ്പോൾ. അതുപോലെ തന്നെ കുറച്ച് പ്രകൃതി ഭംഗിയുള്ള വഴിയാണ്. ഈ ചെക്ക് പോസ്റ്റിൽ ആകെ നമ്മൾ വണ്ടിയുടെ നമ്പറും നമ്മുടെ പേരും എഴുതി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഈ വഴി കയറി അതിരമ്പള്ളിയിലേക്ക് പോകാം. അപ്പോൾ ഇത് നേരെ എത്തുന്നത് സ്നോ സ്റ്റോമിൻ്റെ അവിടെയാണ്. അവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അതിരമ്പള്ളിയിലേക്ക് പോകാൻ വേണ്ടി. പിന്നെ ഈ വഴി വരുന്നവർക്ക് വേറൊരു ഗുണം കൂടിയുണ്ട്. ഇപ്പോൾ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലൊക്കെ കയറാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെയും കയറാം. നമ്മളിപ്പോൾ ഏതായാലും അവിടെ കയറുന്നില്ല. നമ്മുടെ ഇപ്പോൾ സ്നോ സ്റ്റോമിലേക്കും അതുപോലെ അതിരമ്പള്ളി, വാഴച്ചാൽ ഭാഗത്തേക്ക് പോകാനുള്ള പ്ലാനിലാണ് നമ്മൾ ഈ വഴി വന്നത്. റോഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി റോഡ് ഇപ്പോൾ കുറച്ച് നന്നാക്കിയിട്ടുണ്ട്. ഫുള്ളായിട്ട് നന്നാക്കിയിട്ടില്ല. ലാസ്റ്റ് കുറച്ച് ഭാഗമൊക്കെ ഇപ്പോഴും മോശം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ റോഡ് നേരെ എത്തിച്ചേരുന്നത് സ്നോ സ്റ്റോമിൻ്റെ ഫ്രണ്ടിലാണ്. അവിടെ നിന്ന് നേരെ റൈറ്റ് കട്ട് ചെയ്ത് അതിരമ്പള്ളിക്കും വാഴച്ചാലിനും പോവാം. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പനകളുടെ ഇടയിലായിട്ട് നിറയെ ആനകളെ കാണാം കേട്ടോ. അത് എല്ലാ സമയത്തൊന്നും കാണാൻ പറ്റില്ല, ഭാഗ്യമുണ്ടെങ്കിൽ കാണാം.
നമ്മളങ്ങനെ ഏഴാറ്റുമുഖം റോഡിൻ്റെ എൻഡിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഒരു പാലം കയറി നേരെ എത്തിച്ചിരുന്ന ഈ സ്ഥലമാണ് സ്നോ സ്റ്റോം എന്ന് പറയുന്നത്. ഈ ലെഫ്റ്റിൽ കാണുന്ന സിൽവർ സ്റ്റോമാണ്, ഈ റൈറ്റിലാണ് സ്നോ സ്റ്റോം, ഈ നേരെ കാണുന്നതാണ് സ്നോ സ്റ്റോം എന്ന് പറയുന്നത്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ചാലക്കുടിയാണ്. അപ്പോൾ നമുക്ക് ചാലക്കുടി വഴിയും ഇങ്ങോട്ട് വരാൻ പറ്റും. കിലോമീറ്റർ കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ ഏഴാറ്റുമുഖം വഴിയാണ് ഇങ്ങോട്ട് വന്നത്. ഈ റൈറ്റ് കാണുന്ന വഴി എന്ന് പറയുന്നതാണ് അതിരമ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ, പൊള്ളാച്ചി ആ റൂട്ടിലേക്ക് പോകേണ്ട വഴി. അപ്പോൾ ഇവിടെ റോഡിലൊക്കെ ഒരുപാട് സൈൻ ബോർഡ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആനയുണ്ട്, സൂക്ഷിക്കുക, വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യുന്ന ഇടം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അത്യാവശ്യം മഴ രണ്ടാമതും തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ മഴയത്ത് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫീൽ ഇവിടെ കാണുന്നത്. സാധാരണ നമ്മൾ മൂന്നാറിലൊക്കെ പോകുന്ന ഒരു കോടയുടെ ഒക്കെ ഒരു ഫീൽ നമുക്ക് ഇവിടെ തോന്നുന്നുണ്ട്. അത് മഴ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. എന്നിരുന്നാലും ഈ അതിരമ്പള്ളി വാഴച്ചാൽ ഭാഗത്തേക്ക് വരുമ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം മഴയൊക്കെ ഉള്ളൊരു സമയത്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇവിടെ ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഒരാൾക്ക് 50 രൂപ, നമ്മുടെ കാറിന് 30 രൂപയാണ് ചാർജ്, കുട്ടികളാണെങ്കിൽ 10 രൂപയാണ് ചാർജ്. ഞാനീ പറയുന്നത് 2024 റേറ്റാണ് കേട്ടോ. ഈ ഒറ്റ ടിക്കറ്റിൽ നമുക്ക് അതിരമ്പള്ളി വാഴച്ചാലും രണ്ടും പോവാം. ഞാനിപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇതൊരു വർക്കിംഗ് ഡേ ആണ്, എന്നിട്ട് പോലും ഇവിടെ നല്ല തിരക്കാണ്. എനിക്ക് തോന്നുന്നു വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. അപ്പോൾ നിങ്ങളതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഇങ്ങോട്ട് വരിക. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മഴയാണിപ്പോൾ, ഇനിയുള്ളത് മഴക്കാലമാണ്. അപ്പോൾ കുട്ടികളായിട്ട് വരുമ്പോൾ റെയിൻകോട്ടും കാര്യങ്ങളെല്ലാം കൈ കരുതേണ്ടതാണ്. ഇവിടെ നിന്നും നമുക്കിത് വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. നമ്മൾ ഈ സിൽവർ സ്റ്റോമിലൊക്കെ പോകുന്നതിന് മുമ്പ് അതിരമ്പള്ളിയിലോ വാഴച്ചാലൊക്കെ വരുന്നതിനായിരിക്കും നല്ലത്. കാര്യം ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരുപാട് ഏജൻസ് ഉണ്ടാവും ഈ സിൽവർ സ്റ്റോമിൻ്റെ. അപ്പോൾ അവർ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ടൊക്കെ തരും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമുക്ക് അവിടെ പോയി ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അവിടുന്ന് ഡയറക്റ്റ് ടിക്കറ്റ് എടുത്ത് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി പൈസ കുറവായിരിക്കും ഇവിടെ വന്ന് ഇവിടുത്തെ ഏജൻറ്റുകളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കും.
സമയം ഇപ്പോൾ ഏകദേശം 1:30-2 മണിയോടെ അടുത്തായിട്ടോ. അപ്പോൾ നമ്മളിവിടെ നേരെ വാഴച്ചാലിന് പോവുകയാണ്. ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്താണ് ഒരു നേരത്തെ ഫുഡ് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ അത് എക്കണോമിക്കലി കുറച്ച് ലാഭമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊന്നും ഫുഡ് ഇൻഫെക്ഷൻ പോലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വരില്ല. അങ്ങനെയും 1-2 ഗുണങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ഞാനിപ്പോൾ വാഴച്ചാലിലാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതിരമ്പള്ളിയിൽ നമുക്ക് കഴിക്കാൻ ഒട്ടും സ്പേസ് ഇല്ല വണ്ടി. അപ്പോൾ അതുകൊണ്ട് നേരെ വാഴച്ചാലിൽ വന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇനി വാഴച്ചാലിലേക്ക് കയറുള്ളൂ. പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട്. അപ്പോൾ നല്ലൊരു ശക്തമായ മഴയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ കാറിൽ നിന്ന് വാഴച്ചാൽ ഇറങ്ങി. അപ്പോൾ വാഴച്ചാലിൽ നമ്മൾ സ്പെഷ്യൽ ടിക്കറ്റ് ഒന്നും അങ്ങനെ ഇവിടെ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം അതിരമ്പള്ളിയിൽ നിന്ന് തന്നെ നമ്മൾ അതിരമ്പള്ളിക്കും വാഴച്ചാലിനും ഉള്ള ഒരുമിച്ച് ടിക്കറ്റാണ് എടുക്കേണ്ടത്. കാർ പാർക്കിംഗ് എല്ലാം അടക്കം ഒറ്റ ടിക്കറ്റാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ പ്ലാനില്ല കേട്ടോ. അപ്പോൾ നേരെ ഇവിടെ നിന്ന് അതിരമ്പള്ളിക്ക് വിടുക, അതിരമ്പള്ളിയിൽ നിന്ന് നേരെ സ്നോ സ്റ്റോമിലെത്തുക. ഇത് അതിരമ്പള്ളിക്കും വാഴച്ചാലിനും ഇടയ്ക്കുള്ള ചാർപ്പ പാലം ഉണ്ടോ. കുറേ നാളെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാട്ടർഫോളാണ്. പക്ഷെ എല്ലായിടും നിർത്താൻ നമുക്ക് ടൈമൊന്നുമില്ല. ഇതാണ് നമ്മൾ അതിരമ്പള്ളിയിൽ നിന്ന് എടുത്ത ടിക്കറ്റ്. ഇത് ഒരാൾക്ക് ഏകദേശം 500 രൂപ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ സ്നോ സ്റ്റോമിൽ. അപ്പോൾ 4 പേർക്ക് 2000 രൂപ. ഞാനത് കൃത്യമായിട്ടൊരു റേറ്റ് പറയാത്തതെന്ന് വെച്ചാൽ ഇത് ഓരോ ദിവസം ഡിപ്പെൻസ് ആണ്. ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. എന്നിരുന്നാലും നമുക്കിപ്പോൾ 2 കുട്ടികളും 2 മുതിർന്ന ആൾക്കാരും 2016 രൂപയാണ് നമുക്ക് മൊത്തത്തിലിവിടെ സ്നോ സ്റ്റോമിൽ പൈസ ആയിട്ടുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ സ്നോ സ്റ്റോമിലെത്തി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. പ്രത്യേകിച്ച് പാർക്കിംഗ് ഫീ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും 4:50 4:45 ഷോ ഉണ്ടായിരുന്നത്. ഇനി 5:45 ഷോ, 6:45 അങ്ങനെ ആണ് 1 hour ഷോ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റോളം ഏകദേശം ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ധൃതി പിടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പയ്യെ ഫുഡൊക്കെ കഴിക്കാൻ ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം. എന്നിട്ട് പയ്യെ ഫ്രഷ് ആയിട്ട് 5 മണി കഴിയുമ്പോഴത്തേക്കും നമ്മൾ 5:45 ഷോയ്ക്ക് ഒരു 5:30 ആകുമ്പോഴത്തേക്കും നമുക്ക് അകത്ത് കയറിയാൽ മതി. ഞങ്ങളങ്ങനെ അകത്ത് കയറിയിട്ടോ. ഇവിടെ ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ 4:45 ഷോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 5 മണിയായി. അപ്പോൾ ഒരുപാട് സമയം ഇനിയും ബാക്കിയുണ്ട്. നെക്സ്റ്റ് ഷോ തുടങ്ങുന്നത് 5:45 പുറത്താണെങ്കിൽ ഇപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നോർമൽ AC മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ ഇവിടെ ഇവർ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. സ്നോ സ്റ്റോമിൻ്റെ ഉള്ളിലത്തെ തണുപ്പെന്ന് പറയുന്നത് -10 ഡിഗ്രിയാണ്. അപ്പോൾ ഈ -10 ഡിഗ്രിയിൽ നമ്മുടെ മൊബൈൽ ഫോൺ അതുപോലെ ക്യാമറ മുതലായ സാധനങ്ങൾ കേടാവാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് കയറ്റുന്ന മൊബൈൽ ഫോണാണ് കേട്ടോ. നമ്മൾ ക്യാമറയൊന്നും എടുത്തിട്ടില്ല. കാരണം അത്യാവശ്യം നല്ല മഴയും ഇടിയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ക്യാമറ അത്രയും മോശമാക്കേണ്ട മഴയത്തെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും മൊബൈൽ ഫോൺ ഇതിൻ്റെ അകത്ത് കയറ്റുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ സ്വന്തം റിസ്കിൽ കയറ്റണം. അതുപോലെ തന്നെ ഈ ഹാർട്ടിന് സംബന്ധമായ അസുഖമുള്ളവരൊന്നും ഇതിനകത്ത് കയറരുത് കേട്ടോ. അവർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ചെറിയ കുട്ടികൾ, ഈ ഇൻഫൻറ്റ് ഒരുപാട് ചെറിയ കുട്ടികളാണെങ്കിലും ഇതിനകത്ത് കയറാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണും ഒരിക്കലും ഇതിനകത്ത് കയറരുത്. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും അവർ കയറ്റില്ല, അത് വേറെ കാര്യം. അപ്പോൾ നമ്മളിതെല്ലാം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഒരുപാട് കുഞ്ഞ് കുട്ടികളെയും അതിൻ്റെ അകത്ത് കയറ്റാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്ത കേട്ടോ. ശരിക്കും ഇപ്പോൾ ക്ലൈമറ്റും ഭയങ്കര മഴക്കാലമാണ്. അതുകൊണ്ടും ആവാം ചിലപ്പോൾ ഇത്രയധികം ആൾക്കാർ കുറവ്. അവർ പറഞ്ഞത് ഒരു ഷോയിൽ 300 പേർക്ക് വരെ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഷോയുടെ ഇവിടെ ഇപ്പോൾ ആരും ഇല്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ആരും വേണ്ട, ഒറ്റയ്ക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രം മതി എന്നൊരു പ്ലാനാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ഷോ 8:45 ഷോ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. ആ ഷോയിൽ മിക്കവാറും ആ ഒരു ഫാമിലി ലാസ്റ്റ് വരുന്ന ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇൻ കേസ് ആരും ഇല്ലെങ്കിൽ അവരത് നടത്തില്ല. പക്ഷേ നോർമലി ഒരു ഫാമിലിയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ ബോറിംഗ് ആയിരിക്കും അങ്ങനെ വരുമ്പോൾ. നമ്മൾ കുറച്ച് പേരൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് വരുന്നതായിരിക്കും എപ്പോഴും ഇവിടെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ.
സമയം ഇപ്പോൾ 5:30 അപ്പോൾ അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള തണുപ്പിലിടാൻ പറ്റിയ സ്യൂട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് തരുവാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഷോക്സ് ഇവിടെ നിന്ന് തരില്ല. അത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഇവിടെ നിന്ന് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്കിലും ഇവിടെ വരാൻ പ്ലാൻ ഉള്ളവർ, ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഷോക്സും കൂടി വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കണം. ബിക്കോസ് മറ്റൊരാൾ ഉപയോഗിച്ച ഷോക്സ് നമുക്ക് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇവർ ഷോക്സ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാത്തത്. മറ്റൊരു കാര്യം, ഷോയുടെ ടൈം എന്ന് പറഞ്ഞത് 45 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ 45 മിനിറ്റ് നമുക്ക് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫുള്ള് കറങ്ങാം, ഒരുപാട് ഗെയിമിംഗ് ഉണ്ട് അകത്തെല്ലാം. അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് 15 മിനിറ്റ് ഇവിടെ DJ ആണ്. അപ്പോൾ ആ DJ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് മഞ്ഞ് സ്പ്രേ ചെയ്യും. അപ്പോൾ സ്പ്രേ ചെയ്തിട്ട് ഒരു പ്രത്യേക രസമാണ് സംഭവം. അതാണ് ലാസ്റ്റ് 15 മിനിറ്റ്. അങ്ങനെ ടോട്ടൽ 1 മണിക്കൂറാണ്. 1 മണിക്കൂറിൽ ഈ ഷോ അവസാനിക്കും. അപ്പോൾ നമ്മൾ കയറാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളപ്പം കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട്. എന്നാലും അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. കാര്യം ഈ ക്ലൈമറ്റിനെ ഒന്നും ഒന്നും ശരിക്കും പറഞ്ഞാൽ നല്ല വേനൽക്കാല സമയത്താണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞത്. ഇപ്പോൾ മഴക്കാലം വേണ്ട അധികം ആൾക്കാരൊന്നുമില്ല. നമ്മുടെ കൊച്ചൊക്കെ ഇവിടെ വഴക്കിട്ടിരിക്കുന്നുണ്ട്, സമയം ഒരുപാടായി. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ ഈ സ്യൂട്ടിട്ടിട്ട് അതിനകത്തിരുന്ന് ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ചെറിയൊരു കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കയറണം. അപ്പോൾ പുതിയ ആൾക്കാരും കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെയൊക്കെ സമാധാനിപ്പിച്ച് കയറാൻ പോവുകയാണ് ഇപ്പോൾ. നമ്മളിപ്പോൾ എൻ്റെ അകത്ത് കയറി കേട്ടോ. അകത്ത് അത്യാവശ്യം നല്ല തണുപ്പാണ്. -10 അവിടുത്തെ തണുപ്പ്. പുറത്താണെങ്കിൽ നല്ല മഴ, അകത്താണെങ്കിൽ നല്ല തണുപ്പും. അപ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇട്ടേക്കുന്നതുകൊണ്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഗ്ലൗസ് വരണം. അതുകൊണ്ട് ഞാനിപ്പോൾ വലത്തെ കയ്യിൽ ഗ്ലൗസ് ഊരിയിട്ടാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്നോ ഹൗസിൻ്റെ അകത്താണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ മഞ്ഞൊന്ന് കൈ കൊണ്ട് തൊട്ട് നോക്കിയതാണ്. അപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത്രയും തണുപ്പും മഞ്ഞും കൂടി ആയപ്പോൾ നമ്മുടെ കൈ ശരിക്കും സ്റ്റിഫായിപ്പോയി. എനിക്ക് അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയായിരുന്നു കേട്ടോ. കൈ കുറേ നേരത്തേക്ക് എനിക്ക് സ്റ്റക്കായി പോയിട്ട് പിന്നെ ഒരു വിധത്തിലാണ് റെഡിയാക്കി എടുത്തത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ ഇവിടെ ഒരുപാട് ഗെയിമിംഗ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും മണാലിയിലും കാശ്മീരൊക്കെ പോകുമ്പോൾ അതേ ഫീൽ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. വളരെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് മണാലിയും കാശ്മീരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാം. ശരിക്കും പറഞ്ഞാൽ അതിരമ്പള്ളിയിൽ മഞ്ഞ് പെയ്യുന്നൊരു സ്ഥലം എന്നും കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. സംഭവം നല്ല അടിപൊളിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ മാത്രമല്ല കേട്ടോ, കൂടെ ഉണ്ടായിരുന്ന മറ്റ് ഫാമിലിയിലെ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അങ്ങനെ നമ്മൾ അവസാനത്തെ റൗണ്ടിലെത്തിട്ടോ. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞു. ഇനിയുള്ള 15 മിനിറ്റ് DJ ആണ്. DJ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഇവിടെ അടിച്ച് പൊളിച്ച് ഡാൻസ് കളിക്കലാണ് പരിപാടി. അപ്പോൾ നമ്മുടെ ഒപ്പം 1-2 ഫാമിലി കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ DJ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു മുകളിൽ നിന്ന് മഞ്ഞും കൂടി സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ, സ്നോ സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ മഞ്ഞ് വീഴ്ചയും കൂടി നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ശരിക്കും തലയിലും എൻ്റെ ക്യാപ്പൊന്നും വെച്ചിട്ടില്ല കേട്ടോ, എൻ്റെ തലയിലൊക്കെ മൊത്തം മഞ്ഞായി. നമ്മൾ ശരിക്കും ഇത് ഫീൽ ചെയ്യാനാണല്ലോ വന്നേ, അപ്പോൾ അതുകൊണ്ട് അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും അടിപൊളി എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്. നമ്മളിനി ഏഴാറ്റുമുഖം വഴി ആലുവയ്ക്കാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ഫ്രൈഡേ 4 മണിക്കാണ്. അതുവരേക്കും ട്രാവൽ ആൻഡ് ഡാറ്റ് സൈനിങ് ഓഫ് അരുൺ.